ഹലോ, മുഖത്തെ ചുളിവുകളൊക്കെ മാറി എന്നും ചെറുപ്പമായിരിക്കാൻ നമ്മുടെ ചെമ്പരത്തിപ്പൂ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഫേസ് പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. 2 ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ പൂമ്പൊടിയൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ അറ്റത്തെ ഞെട്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം ആ പൂമ്പൊടിയുടെ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ചൊറിച്ചിലൊന്നും പാടില്ല. അത് കാരണം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ നല്ല പുളിയുള്ള കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഈ വീഡിയോ ഒരാഴ്ചയായിട്ടോ പിടിച്ച് വെച്ചിട്ട്, പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് തീരെ വയറുവേദനയൊക്കെ എടുത്തിട്ട് ഇരിക്കുക. എന്നാലും കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് കാരണം എന്തായാലും ഇടാന്ന് വെച്ചിട്ട് വേദന സഹിച്ച് ഞാൻ പറയണം കേട്ടോ. അത് കാരണം സൗണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവും തൈരൊക്കെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് അലോവേര ജെല്ലാണ്. അപ്പോൾ എൻ്റെ കയ്യിലത്തെ അലോവേര ജെല്ല് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേര ജെൽ ഉണ്ടെങ്കിൽ 1 സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 സ്പൂണിൻ്റെ പകുതി ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുഖത്തെ ചുളിവുകളും വരകളൊക്കെ നന്നായി റിമൂവ് ആയിട്ട് എന്നും യുവത്വം നിലനിർത്തുന്നതായിരിക്കും. പ്രായമാകുമ്പോൾ വരുന്ന ചുളിവുകളും വരകളൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും കേട്ടോ. ഈ പാക്ക് ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിച്ചാൽ മതി നമ്മുടെ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ഈ ഫേസ് പാക്ക്. ഇപ്പോൾ അടുത്ത് പുറത്തോ നിങ്ങളുടെ വീട്ടിലൊന്നും ചെമ്പരത്തിപ്പൂ ഇല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൗഡർ കിട്ടുന്നതായിരിക്കും. അതായാലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ പാക്ക് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കട്ടിയായി. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. എനിക്ക് വയ്യാത്ത കാരണം ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തേക്കാനൊന്നും വയ്യാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതേപ്പെടുത്ത് തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഫേസിൽ കാണിക്കാനുള്ള ഇതില്ല, എനിക്ക് തീരെ വയ്യ. അത് കാരണം ഞാൻ കൈമലാണ് കേട്ടോ കാണിച്ചെടുക്കുന്നത്. നല്ലൊരു സ്ലൈം പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് വന്നിട്ട്. അപ്പോൾ നല്ലൊരു മസാജ് ഫേസിൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഡ്രൈ ആക്കാൻ വയ്ക്കുക. പിന്നെ വാഷ് ചെയ്യാം. നമ്മുടെ പാക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ കയ്യിൽ കാണിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഫേസിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഇതില്ല. തീരെ വയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ കയ്യിൽ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫേസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മുഖത്തെ ചുളികളും വരകളൊക്കെ ഇത് നന്നായി കുറയ്ക്കും കേട്ടോ നമ്മുടെ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള ഫേസ് പാക്ക്. അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കൂടിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൈ കൊണ്ടോ നല്ല ഗ്ലോയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും പോകണം കേട്ടോ. ഓക്കെ.